നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. മതി. നമ്മളിന്ന് ഇതിനകത്തുനിന്ന് ഒരല്പസമയം, നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമില്ലല്ലോ, അല്പസമയം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു കൊച്ചു ദൂത് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ഭയം എന്നാദ്യം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്, അല്ലെ? 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ തോട്ടത്തിൽ കർത്താവിന്റെ കാലൊച്ച കേട്ടിട്ട് അവരോടി ഒളിച്ച് അവരത്തിയുടെ മറവിൽ മറഞ്ഞിരിക്കുക. ദൈവം വന്ന് ചോദിക്കുന്നു, ആദാമേ, നീ ഇപ്പോൾ എവിടെ? അതിനവർ ദൈവത്തോട് മറുപടി പറയുകയാണ്, ദൈവമേ, നിന്റെ കാലൊച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക. അപ്പോൾ ഭയം ആരംഭിച്ചത്, ഭയത്തിന്റെ ആരംഭം ഏദൻ പൂങ്കാവനത്തിലാണ്, തോട്ടത്തിലാണ്. ഭയപ്പെട്ടു. ആരാരെ ഭയപ്പെട്ടു? അവർ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ ആക്കുമ്പോൾ ദൈവം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ ഭയപ്പെട്ട് ജീവിക്കണം, എന്നെ ഭയപ്പെടണം, മൃഗങ്ങളെ ഭയപ്പെടണം, ഞാനുണ്ടാക്കിയ സകലത്തിനെയും ഭയപ്പെട്ട് വേണം നിങ്ങൾ ജീവിക്കാനൊന്നും ദൈവം ആവശ്യപ്പെട്ടില്ല. അവിടെ അവർക്ക് ഭയമില്ലായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഭയപ്പെടുന്ന പല മൃഗങ്ങളുമില്ലേ? കരടി, പുലി, സിംഹം എന്ന് വേണ്ട, നാം ഇന്ന് ഭയപ്പെടുന്ന സകല മൃഗങ്ങളെയും ഓരോന്നിനും പേരിട്ട്, എൻ്റെ ഭാഷ പറഞ്ഞാൽ, ഞാൻ കൊച്ചുങ്ങളെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ, സമർപ്പിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊരു ഉമ്മ കൂടി കൊടുത്തിട്ടാ പേര് വിട്ട് അപ്പൻ്റെ അമ്മയുടെ കൈ കൊടുക്കുന്നത്. ഇതുപോലെ ആദാം ഈ പുള്ളിക്കും ഈ സിംഹത്തിനും ഒക്കെ പേരിട്ടൊരു ഉമ്മയും കൊടുത്ത്, ആമേൻ, ഇതിനെ പറഞ്ഞു വിട്ട് കാണും. ഭയമില്ല, ഭയപ്പെട്ടതായിട്ടേ പറയുന്നില്ല. പക്ഷേ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ഭയപ്പെടുകയാണ്. അപ്പൊ ഭയത്തിന്റെ ആരംഭം എവിടെയാണ്? ഏദൻ തോട്ടത്തിലാണ്. എപ്പോഴാ ഭയം ഉണ്ടായത്? ദൈവത്തിൽ നിന്നും അകലം പ്രാപിച്ച മനുഷ്യന്റെ അകത്ത് ഭയം വേട്ടയാടാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചില ഭയത്തിന്റെ ദുരാത്മാക്കൾ ദൈവം ഇന്ന് പകൽ തുറത്താക്കും. ആമേൻ. എന്തിനൊക്കെയോ ഏതിനൊക്കെയോ ഭയപ്പെടുന്ന ചില ഭയത്തിന്റെ ചിന്തകൾ ദൈവജനത്തെ വിട്ട് മാറുന്ന ഒരു പ്രഭാതമാക്കി സ്വർഗത്തിലെ ദൈവം ഈ പകൽ തീർക്കുമെന്നുള്ളത് സംശയമില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മനുഷ്യൻ ദൈവത്തെ ഭയന്നു പോകുകയാണ്, ഭയപ്പെട്ട് ഓടി ഒളിക്കുകയാണ്. ദൈവം ചോദിക്കുന്നു, നീ എന്തിനാ ഒളിച്ചേ? ഒരു മടിയും കൂടാതെ പറയാണ്, കർത്താവേ, ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അപ്പൊ ഇന്നലകളിൽ ഭയമില്ലായിരുന്നല്ലോ, ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ലായിരുന്നല്ലോ, ഞാൻ ആക്കിയെടുത്ത് ഭയത്തിന്റെ കണിക പോലും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെട്ടത്? മറുപടി, ദൈവത്തിൽ നിന്നും അകലം പ്രാപിച്ചപ്പോൾ, ദൈവ സാന്നിധ്യത്തിനകത്തുനിന്ന് ഞങ്ങൾ വെളിയിൽ പോയപ്പോൾ, ആമേൻ, എവിടെന്നോ ഒരു ഭയം ഞങ്ങളെ പിടിക്കാൻ തുടങ്ങി. ഭയം നിന്നെ വേട്ടയാടുന്നതിന്റെ 1-ാമത്തെ കാര്യം, ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, ദൈവ കൃപയിൽ നിന്നും അകന്നു പോകുമ്പോൾ. തിരിച്ചൊറ്റ ദൂതുടി പറയുന്നു, കർത്താവിനെ വിട്ടകന്നു പോയപ്പോഴാണ് ഭയം അവരെ വന്നതെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ ആ ഭയം നിന്നെ വിട്ടുമാറും, അല്ലേ? തികഞ്ഞ സ്നേഹം അവരുടെ അകത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് ഭയമുണ്ടായതെങ്കിൽ, തികഞ്ഞ സ്നേഹം ഭയത്തെ ഇന്ന് പകൽ പുറത്താക്കും.
ഹല്ലേലൂയ. ആ ഭയം വെളിയിൽ പോകാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അവൻ ദൈവത്തോട് അടുത്തു വരുവാൻ പരിശുദ്ധാത്മ പറയുന്നു. ഇന്നലകളിൽ നിന്നെ ഞെരുക്കിയ അല്ലെങ്കിൽ നിനക്കെതിരെ പോരാടിയ ചില ഭയത്തിന്റെ കെടുതികളുണ്ട്. ഈ പകൽ അതിനകത്തൊരു പൂർണ്ണ ജയം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അവർ കരമടിച്ച് കർത്താവിന് നന്ദി പറ. എന്നിട്ട് പറ, ദൈവമേ, ഭയം എന്നെ വേട്ടയാടരുത്, ഭയത്തിന്റെ ചിന്ത എന്നെ തുടരുത്, ഭയത്തിന്റെ ചിന്തകളിൽ നിന്ന് ഈ പകൽ ഞാൻ വെളിയിൽ വന്നേ പറ്റൂ. ഞാൻ ഭയത്തിനല്ല അധീനനായിരിക്കുന്നത്. ഞാൻ ഭയത്തിനെ ജയിച്ച് ഭയത്തിനെ പുറത്താക്കി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു ധൈര്യം ഏറ്റെടുപ്പാൻ ഈ പകൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അവരുടെ മേലൊരു ധൈര്യത്തിന്റെ ആത്മാവിനെ ദൈവം ഇന്ന് പകൽക്കാലം പകരാൻ പോകുകയാണ്. ആമേൻ. ദൈവമക്കളെ, നിങ്ങളോട് കരങ്ങൾ കൂപ്പിക്കൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ എന്ന് പറഞ്ഞോട്ടെ. അവൻ ഈ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ ഞാൻ രാവിലെയും ആവർത്തിച്ച് പറഞ്ഞു, ദൈവ സാന്നിധ്യം അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് ഈ മുറിക്കകത്തിരിക്കുമ്പോൾ ആ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. പലർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന രീതി അറിയത്തില്ല. പലരും പറയുന്നത് ദൈവം ലൈവായി ഇറങ്ങി വന്ന് എന്നെ തൊടുമ്പോൾ മാത്രമാണ് ദൈവത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നത്. ആ ചിന്താഗതി മാറ്റണം. ഒരിക്കൽ ഒരു ഭക്തൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. തന്റെ മുറിക്കകത്തിരിക്കുകയാണ്. മുറിക്കകത്തിരുന്നു കൊണ്ട് താൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ദൈവം മൗനമായി. ഉടനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്റെ പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാം. ദൈവമേ, നിനക്കൊന്ന് പാട്ട് പാടി തരാമോ? ഉടനെ ആമേൻ, ആ മനുഷ്യൻ പ്രാർത്ഥന മുറിയിലിരിക്കുമ്പോൾ ഒരു കൊച്ചു കിളിവാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. താൻ ഇങ്ങനെ ദൈവത്തോട്, കർത്താവേ, എനിക്ക് നിന്റെ ഇമ്പമായ പാട്ട് കേൾക്കണം, നിന്റെ സാന്നിധ്യം അനുഭവിക്കണം. സെക്കൻഡ് കൊണ്ട് താൻ തുറന്നിട്ട് കിളിവാതിലിന്റെ തൊട്ട് പുറത്ത് ഒരു കുയിൽ വന്നിരുന്ന് പാട്ടുപാടാൻ തുടങ്ങി. ഒരു കുയിൽ പാട്ടുപാടാൻ തുടങ്ങി. ഈ മനുഷ്യൻ അരോചകത്വമായി ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് കിളിവാതിൽ തട്ടി അടച്ചിട്ട് പറഞ്ഞു, പക്ഷിക്ക് ചിലക്കം കണ്ട സമയം കണ്ടില്ലേ, വാതിൽ അടച്ചു. ഉടനെ വീണ്ടും വന്ന് പറഞ്ഞു, മുറിയിലിരുന്നിട്ട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കണം, നിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാമോ? പട്ടാപ്പകൽ ആ മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് അമ്മ പൊടുന്നനെ ഈട്ടി വെട്ടുന്ന ഭയങ്കര ശബ്ദം ഉണ്ടായി. ആ മനുഷ്യൻ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഈ സമയത്താണ് ഇടിവെട്ടാൻ കണ്ടത്. താൻ വീണ്ടും വന്നിരുന്നു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കണം. പോരെ കർത്താവേ, നിനക്ക് എന്നെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? നിന്റെ സ്പർശനം എനിക്ക് വേണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവൻ എവിടുന്നോ വളരെ മനോഹരമായ ഒരു ചിത്രശലഭം പറന്ന് ആ മുറിക്കകത്തേക്ക് വന്ന് തന്റെ ശരീരത്തൂടെ തലോടി പറന്ന് ഇങ്ങനെ ഇഴകാൻ തുടങ്ങി. ഉടനെ ആ രണ്ട് കൈ കൊണ്ട് ആ ചിത്രശലഭത്തെ അടിച്ച് അതിന്റെ തൂവൽ പറിച്ച് കീറി വെളിയിൽ കളഞ്ഞിട്ട് പറഞ്ഞു, ഒരു ചിത്രശലഭം വന്നത് കണ്ടില്ലേ, വലിച്ചെറിഞ്ഞ് പുറത്ത് കളഞ്ഞു. വീണ്ടും വന്നത് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു അത്ഭുതം കാണിച്ചു തരാമോ? അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ദേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് കുഞ്ഞ് ജനിച്ചു. ഓടിച്ചു നോക്കിയപ്പോൾ മനോഹരമുള്ള ഓമനത്വമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഇതാണ് ഒരു അത്ഭുതം. തിരിച്ചു പോന്നു. Praise the Lord. താൻ പ്രാർത്ഥിച്ചതൊക്കെ ദൈവം കൊടുത്തു. ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു, കുയിലാണ് പാടിയത്. സ്പർശിക്കണമെന്ന് പറഞ്ഞു, ചിത്രശലഭമാ തൊട്ടത്. ദൈവം സംസാരിക്കണമെന്ന് പറഞ്ഞു, ഇടി മുഴക്കി. അവൻ ഒരു അത്ഭുതം കാണണമെന്ന് പറഞ്ഞു, ഒരു കുഞ്ഞിന്റെ ജന്മം കൺമുമ്പിൽ കാണിച്ചു കൊടുത്തു. അവൻ, ദൈവമേ, എന്നോട് നീ സംസാരിക്കത്തില്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചൊന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ ഒരു മെസ്സേജ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഇപ്പോഴാണോ വചനം വായിക്കാൻ കണ്ടത് എന്ന് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്തു. എല്ലാ നിലവാരത്തിലും ദൈവം തന്നോട് ഇടപെടുകയും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് ഭക്തന് അത് മനസ്സിലായില്ല. എന്തുകൊണ്ട് ഇന്ന് ആരംഭത്തിൽ പറഞ്ഞെന്നറിയാമോ? ഈ കസേരയിരിക്കുന്ന നിങ്ങളെല്ലാം ഇതുപോലെ 10,000 പ്രാവശ്യം ഈ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചതാ. അപ്പോഴൊക്കെ നിങ്ങൾ വേറെ എന്തോ പ്രതീക്ഷിച്ചോ അതിനുവേണ്ടി കാത്തിരുന്നു. ഇല്ല, ഒരുപക്ഷെ ഈ കണ്ട നാളത്തിലൂടെ ആയിരിക്കാം ഇന്ന് നിങ്ങൾ ആ ദൈവ ശബ്ദം കേൾക്കുന്നതിന്. അത് തട്ടിക്കളയരുത്. ഒരു പാട്ടിലൂടെ ആയിരിക്കാം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി പറയുന്ന ഒരു വാക്കിനകത്തായിരിക്കാം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഒരു
പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു കഥ കേൾക്കുമ്പോൾ ഇല്ല, ചിലപ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു വാക്കിനകത്തായിരിക്കാം ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നത്. അതുകൊണ്ട് ദൈവ പൈതലേ, ഏത് രീതിയിലും ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ കഴിയും. ദൈവത്തിന് നിങ്ങളോട് ഏത് മാർഗേനയും ഇടപെടാൻ കഴിയും. ദൈവത്തിന് നിങ്ങളോട് ഏത് നിലവാരത്തിലും ഇടപെടാൻ കഴിയും. എനിക്കറിയാം, തകർന്നിരുന്ന സമയത്ത് പാട്ടിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളോട് ഈ പാട്ട് ഇവിടെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ആമൻ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് എൻ്റെ കണ്ണ് നനച്ച പാട്ടാണ്. വീട്ടിലിരുന്ന് കേട്ടപ്പോൾ, പ്രാർത്ഥന മുറിയിരുന്നപ്പോൾ, ആവർത്തിച്ച് പാടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞു. അവൻ എനിക്ക് ഉത്തരം കിട്ടിയത് ആ പാട്ടിനകത്താണ്. ഈ പകലാരോടൊക്കെ ദൈവം പറയുന്നു, നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ ദൈവം നിന്നോട് ഇടപെടുകയാണ്. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുക, അവന്റെ കൃപ തിരിച്ചറിയുക, അവന്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു മെസ്സേജ് പോലും, ഒരു മീറ്റിംഗ് പോലും, ഒരു പാട്ട് പോലും നിങ്ങൾ വൃഥാവാക്കരുത് കേട്ടോ. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിനകത്ത് കർത്താവിൻ്റെ ദാസൻ, ആമേൻ, സ്തോത്രം, ടി എബ്രഹാം പാസ്റ്റർ പറഞ്ഞൊരു കൊച്ചു ചിന്ത എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി. ദേവദാസൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് രാവിലെ ഇറങ്ങുമ്പോൾ തൃശ്ശൂര് ഒരു മരണമുണ്ട്, തൃശ്ശൂർ ഒരു മരിപ്പുണ്ട്. ആ മരിപ്പിന് വേണ്ടി ദേവദാസൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10 ലിറ്റർ ഡീസൽ അടിക്കാൻ, ജീപ്പിനകത്ത് 10 ലിറ്റർ ഡീസൽ അടിക്കാനായിട്ട് പൈസയുള്ളൂ, 5 പൈസ ഇല്ല. പക്ഷെ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ, നിനക്ക് എൻ്റെ വീട്ടിൽ മാത്രമല്ല ദൈവ സാന്നിധ്യം ആമേൻ പകരാൻ കഴിയുന്നത്, ഞാൻ പോകുന്ന പാതി വഴിയിലും നിനക്ക് നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ കഴിയും. പ്രാർത്ഥിച്ചു. കൈ ശൂന്യമാണ്, ആകെ തിരിച്ചങ്ങോട്ടെത്തണം. അവൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനുള്ള ഡീസലൊന്നും കയ്യിലില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ആളുകളും കൊണ്ട് ജീപ്പിന് പോയി. തൃശ്ശൂർ അടുക്കാറായപ്പോൾ നാഷണൽ ഹൈവേ കൂടി പോകുമ്പോൾ ഇതാ പുറകിൽ ഒരു മനുഷ്യൻ ലൈറ്റ് ഇട്ട് അവൻ ഹോൺ അടിച്ച് ആ വണ്ടിയുടെ മുമ്പിലോട്ട് കയറ്റി കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയ ഉടനെ ഒരു മനുഷ്യൻ ചാടി ഇറങ്ങി ഓടിച്ചെന്നു. എന്തായി കാണിക്കെന്നറിയാതെ പാസ്റ്റർ ഞെട്ടി നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യമായി മീറ്റിംഗ് പോകുക, ഒന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ചേ. പാസ്റ്റർ ആണെന്ന് കണ്ട ഞാൻ വണ്ടി ഓടിച്ച് മുന്നിൽ കയറ്റിയത്, ആ കൈയൊന്ന് വെച്ച് അനുഗ്രഹിച്ചേ. കൈവച്ച് അനുഗ്രഹിച്ച ഉടനെ പോക്കറ്റിൽ നിന്നും അവൻ ഒരു കവർ എടുത്ത് കൈ കൊടുത്തു. ഇതെന്താ? ഇരിക്കട്ടെ പാസ്റ്റേ. പുള്ളി പോയി. ആ മനുഷ്യൻ പോയപ്പോൾ പാസ്റ്റർ എടുത്തു നോക്കിയപ്പോൾ 5000-ഓളം രൂപയുണ്ട്. പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളോട് പറഞ്ഞതാ, ദൈവദാസന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം നിങ്ങളെ വേലക്കാക്കി, വഴിയിലും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇത് ആരോടൊക്കെയുള്ള ദൂതാണ്. ഒരിടത്തു മാത്രമല്ല, കുറ്റിയടിക്കപ്പെട്ടിടത്തു മാത്രമല്ല, നിരോധിക്കപ്പെട്ടിടത്തും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും കൊച്ചു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വാക്ക് പറയാം. ഒരിക്കൽ സൗദിയിലെ ദമാമിൽ നിന്നും യാംബു എന്ന് പറയുന്ന സ്ഥലത്തോട്ട് 1500-2000 എൻ്റെ ഓർമ്മയാണ്, അത്രയും കിലോമീറ്റർ താണ്ടി വേണം യാംബു എന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റിങ്ങിന് പോകാൻ. ദമാമിൽ നിന്നും കിലോമീറ്റർ ദൂരമുണ്ട്. അവിടുന്ന് ഫ്ലൈറ്റിന് വേണം പോകാൻ. എനിക്കവർ ടിക്കറ്റ് എടുത്തു തന്നു. ടിക്കറ്റ് തന്നെന്ന് ഞാൻ ദമാമിൽ നിന്നും യാംബുവിലേക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുക. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിലെ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ ഉണ്ടായ പൈസ എല്ലാം കൊടുത്തിട്ട് പോന്നു. എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, പാസ്പോർട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ കയറിയിരിക്കുക. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. മീറ്റിംഗ് ഫുൾ ടൈം മീറ്റിംഗ് ആണ്. നല്ല വിശപ്പ്. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുക. എൻ്റെ തൊട്ടടുത്ത് ഒരു അറബി ഇരിക്കുന്നു. ആമേൻ. ഫുഡും കൊണ്ടുവന്ന് എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ഞാനിരിക്കുന്നു. എനിക്ക് കഴിക്കണമെന്നുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കൈ കാശില്ല. എൻ്റെ അടുത്തിരിക്കുന്ന അറബി ബർഗർ പറയുന്നു, കൊക്കക്കോള പറയുന്നു, എല്ലാം പറയുന്നു. പക്ഷെ ഞാൻ അടുത്തിരുന്നോർത്തു, ഇവൻ എന്നെ വയറന. കാരണം അവൻ ഒരാളെ ഉള്ളൂ. 2 ബർഗർ പറയുന്നു, 2 കൊക്കക്കോള പറയുന്നു, 2 ഫ്രഞ്ച് ഫ്രൈസ് പറയുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നെ, ഈ മനുഷ്യന് ആമാശയം മാത്രമല്ല, സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് ഇറ്റും കൂടി ഉണ്ട്. അതുപോലെ ഓർഡർ ചെയ്യുന്നേ. എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ 2 പ്ലേറ്റ്, ഒന്ന് അവൻ്റെ മുമ്പിലേക്ക് വെച്ച്, ഒന്ന് എൻ്റെ മുമ്പിലേക്ക് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, നോ 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 നോ. പുള്ളി പറഞ്ഞു, ഓ ഈറ്റ്, നീ എടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റത്തില്ല. പുള്ളി പറഞ്ഞു, ഇല്ല, നീ അത് കഴിക്കാതെ ഇത് ഞാൻ കഴിക്കത്തില്ല.
പെട്ടുപോയി. അവൻ എടുത്തിയാടി കഴിക്കാൻ പറ്റുമോ? അവൻ അല്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. ഇല്ലില്ല, നീ കഴിക്കാതെ ഞാൻ ഇത് കഴിക്കത്തില്ല. എൻ്റെ മുമ്പിലേക്ക് വെച്ചങ്ങ് നീട്ടുക. അവസാനം എനിക്ക് മനസ്സിലായി, ഈ അറബി കഴിക്കുന്നെങ്കിൽ ഞാൻ കഴിക്കണം. ഞാൻ ബർഗർ കടിച്ചപ്പോൾ അവനും കടിക്കാൻ തുടങ്ങി. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തപ്പോൾ അവനും ഫ്രഞ്ച് ഫ്രൈസ് എടുത്തു. എൻ്റെ അമ്മാച്ചൻ്റെ മോനല്ല, എൻ്റെ അമ്മായിയുടെ മോനുമല്ല, അറബി എനിക്ക് വേണ്ടി മേടിച്ചു തന്നു. അന്ന് ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞു, ആകാശത്തിന്റെ നടുവിലും വഴി ഒരുക്കാൻ കഴിയുന്നൊരു ദൈവ, ആകാശത്തിന്റെ മധ്യത്തിലും നിനക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദൈവ സാന്നിധ്യ. അവൻ നിയമിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമല്ല, നീ വിചാരിക്കുന്നിടത്ത് മാത്രമല്ല, നീ വിചാരിക്കാത്ത ഇടത്ത് അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി നിനക്ക് വേണ്ടത് ചില ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ അകത്ത് വരുന്ന ഒരു വലിയ സാക്ഷ്യമുണ്ട്. അത് പുറത്തൊന്നുമല്ല. അവൻ ഇവിടെ പ്രിയ ബിന്ദു സുസ്ഥിരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ പ്രാർത്ഥിച്ച് അവളെ ആ പോണ്ടിച്ചേരിയിലെ ആ കോളേജിൽ ആക്കാൻ വേണ്ടി പോയത്. അവരവിടെ ചെന്ന് കഴിഞ്ഞ് കാര്യമെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. കാര്യം എന്തെന്ന് വെച്ചാൽ 10,000 രൂപ അന്നേരം തന്നെ അവിടെ ഫീസ് അടക്കണം. അവരോട് ഇത് മുന്നമേ പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പൈസ ഒരുക്കിയിട്ടില്ല. മുന്നമേ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാഞ്ഞത് കൊണ്ട് അവർ പൈസ കരുതിയിട്ടുമില്ല. ആമൻ. അവിടെ നിന്ന് അങ്ങളെ വിളിച്ചു. അങ്ങൾ പറഞ്ഞു പൈസ വേണമെങ്കിൽ ഇട്ടുതരാം, പക്ഷേ ഇട്ടുതരാനും ബുദ്ധിമുട്ടുണ്ട്. ആമൻ. അവിടെ ഇവിടേക്ക് വിളിച്ചു. എന്ത് ചെയ്യും? ആ സെക്കൻഡിൽ 1 മണിക്കൂറിനകത്തോ 2 മണിക്കൂറിനകത്തോ ഈ പണമടക്കണം. പൊള്ളാച്ചി അവിടെ പോണ്ടിച്ചേരിയല്ലേ, പോണ്ടിച്ചേരി നിൽക്കുക അമ്മയും മോളും. എന്ത് ചെയ്യണം? പരിചയം ആരുമില്ല, ഒന്നുമില്ല. എന്നാൽ ദൈവം അവിടെ ജോലി ചെയ്യുന്ന, ഇവിടെ നമ്മുടെ ഇവിടെ മാർട്ടിൻ ബ്രദറിന്റെ കസിൻ, അവിടെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യനെ അവിടെ കൊണ്ടുവരികയും ആ മനുഷ്യന്റെ കയ്യിലെ കാശ് തന്നെ അവിടെ അടച്ച് ആ കുഞ്ഞിന്റെ ഫീസ് ഇവിടെ നിന്ന് കൊണ്ടിയല്ലാതെ ദൈവം ചെയ്തു. ഒരു ദൂത് വിളിച്ചു പറയുക, ആർക്കൊക്കെയോ ചില ആവശ്യങ്ങളുണ്ട്, ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പകൽ ധൈര്യമായി കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, നീ നിൽക്കുന്നിടത്ത്, നീ പോകുന്നിടത്ത്, നീ വരുന്നിടത്ത്, ഏത് സ്ഥാനത്താണോ നീ ആയിരിക്കുന്നത് അവിടെ എന്റെ ദൈവം അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി ഒരത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ആരും വിട്ടുകളയല്ലേ. ഇത് നിങ്ങളുടെ അകത്തളത്തിൽ ഈ പകൽ ഒരു ദൂതായി വ്യാപരിക്കട്ടെ. റംസേ ഖനാ റബന്തലാന. ആമേൻ. ആ പച്ച സാരി ആമേൻ തലയിട്ടിരിക്കുന്ന സിസ്റ്റർ ആണ്. ഓക്കെ. ആമേൻ. സിസ്റ്റർ തന്നെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ടാണ്. കുറെ നേരമായി ആത്മാവ് ഞാൻ ഇവിടെ കയറി ഇന്നപ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയാൻ പറയുന്നു. ആമൻ. ആമൻ. നിങ്ങളുടെ അകത്തുള്ള ചില ഭയത്തെ ദൈവം ഇന്ന് പകൽ എടുത്തു മാറ്റാൻ പോകുക. ആമൻ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഒരു ചോദ്യ ചിഹ്നം പോലെ, ഒരു കൊളുത്ത് പോലെ കിടക്കുന്ന ചില ചോദ്യങ്ങളുടെ നടുവിൽ ദൈവം ഒരു മറുപടി തരാൻ പോകുക. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് സുസേ ഇന്ന് പകൽ ദൂത് പറയുന്നു, ഈ ആലയത്തിന് പടി ഇന്ന് പകൽ ചവിട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. നിരോധിക്കപ്പെട്ട സ്ഥലത്തും ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം നിങ്ങൾ കാണും. അവൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇല്ല, എത്ര വേലിക്കെട്ട് ആളുകൾ കെട്ടിയടച്ച് കരങ്ങൾ അവൻ വെട്ടി മാറ്റിയാലും ആത്മാവ് ഇടപെടുന്നു. ആ കരങ്ങൾ ദൈവം നീട്ടാൻ പോകുകയാണ്. ഭാരത്തോടെ വന്നവരുണ്ട്, വേദനയോടെ വന്നവരുണ്ട്. Praise God. Praise God. Amen. മോനെ ആ പോസ്റ്റിന്റെ മറവിലിരിക്കുന്ന മോനെ നീ തന്നെ ഒന്ന് എഴുന്നേറ്റിക്കാം മോനെ. ഓക്കെ. മോൻ തന്നെ ചെക്ക് ഷർട്ട്. ഓക്കെ. കുഞ്ഞ്, പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത് പറയുക. ഹല്ലേലൂയ. വളരെ ആഴമായി കർത്താവ് കുഞ്ഞ് നിന്നോട് പറയാണ്, നിന്റെ കരത്തിൽ ദൈവം ചിലത് തരാൻ പോകുക. 2 പേപ്പറുകൾ നിന്റെ കയ്യിൽ, 2 കയ്യിൽ ഇരിക്കുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ആ ഒരു പേപ്പറിൽ ദൈവം സീല് വെക്കാൻ പോകുക. ഒരു പേപ്പറിൽ കുഞ്ഞ് ദൈവം സീല് വെക്കും.
ആമേൻ. ആ സീല് നിനക്കൊരു യാത്രയ്ക്കുള്ളൊരു തുടക്കമാണ്. യെസ്, ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ? ഞാൻ ആദ്യമായിട്ട് മോനെ കാണുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ആ 2 പേപ്പറിൽ ഒരു പേപ്പറിൽ മോനെ സീൽ വെക്കാൻ പോകുക. നീ വേഗം റെഡി ആയിക്കോ. ദൈവം നിന്നെ പറത്താൻ പോകുക. നിന്റെ മുമ്പിൽ ഒരു യാത്ര ദൈവം ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പകൽ ആലോചന പറയുന്നു. ദൈവത്തിന്റെ അതിശക്തമായ ചില ഇടപെടലുകൾ, ദൈവത്തിന്റെ അതിശക്തമായ ചില ഇടപെടലുകൾ ഈ പ്രഭാതത്തിൽ എന്താ ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലത് ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കാം. നിന്റെ ഭവനത്തിനകത്ത് നിന്നിലൂടെ ദൈവം ചിലത് പണിയിപ്പിക്കാം. നിന്നിലൂടെ ചിലത് ദൈവം പണിതുയർത്തുമെന്ന് ആത്മാവ് ഇടപെടുകയോ. ഭയം ഇരിക്കുമോനെ പ്ലീസ്. ആമേൻ. ഭയം ദൈവത്തിൻ്റെതല്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഭയം ദൈവത്തിൻ്റെതല്ല. ഭയം ദൈവത്തിൻ്റെതല്ല. ഭയം പിശാചിന്റെ പാക്കേജാണ്. പറ, ഭയം പിശാചിന്റെ പാക്കേജാണ്. ഞാനിങ്ങനെ പറയാം, 2 പാക്കേജുകളാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാക്കേജും പിശാചിന്റെ ഭയത്തിന്റെ പാക്കേജും. അതിനകത്ത് ആ സ്നേഹത്തിന്റെ പാക്കേജിനകത്ത് തടവലുണ്ട്, സാന്ത്വനമുണ്ട്, സമാധാനമുണ്ട്, ആമേൻ, ധൈര്യമുണ്ട്. എന്നാൽ ഭയത്തിന്റെ പാക്കേജിനകത്ത് ഡിപ്രഷൻ, എനിക്കെന്തോ സംഭവിക്കും, എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്ന എല്ലാ ഐറ്റവും ആ പാക്കേജിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 പാക്കേജുകൾ. ഒന്ന് ദൈവം ആദാമിന് കൊടുത്തത്, രണ്ടാമത് സാത്താൻ കൈമാറിയത്. പക്ഷെ ഇന്ന് എന്നോടൊപ്പം നിങ്ങളുണ്ടെങ്കിൽ ആത്മാവിൽ ഇടപെടുന്നു. അവന്റെ പാക്കേജ് ഇന്ന് നാം കീറാൻ പോകുകയാണ്. യെസ് 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 യെസ്, അവന്റെ പാക്കേജ് ഇന്ന് പകൽ കീറും. അവന്റെ ഭയത്തിനകത്തുള്ളത് ഡിപ്രഷനാകാം, അവൻ രോഗമാകാം, ഭയമാകാം, എന്തുമാകട്ടെ എന്തുമാകട്ടെ എന്തുമാകട്ടെ, ഏതിനെയും ഈ പ്രഭാതത്തിൽ അതിന്ന് തകർത്തു മാറ്റി ദൈവജനം വിടുതൽ പ്രാപിപ്പാൻ പരിശുദ്ധ ആത്മാവ് ഈ പകൽ ദൂത പറയുന്നു. വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ടുകൾ ഈ പകൽ അഴിയും. ചില കെട്ടുകൾ അഴിയും. ആരും ചുമ്മാ ഇരിക്കല്ലേ, ആത്മാവിൽ ആരാധിക്ക്. അല്പസമയം ദൈവത്തൊന്ന് ആരാധിച്ച്, അല്പസമയം ദൈവത്തൊന്ന് സ്തുതിച്ച്, അതിശക്തമായ ഒരു ദൈവിക വിടുതൽ. ദൈവാത്മാ പറയുന്നു, ചിലത് ഭയപ്പെട്ടോ ചിലത് രോഗമായി മാറുന്നു, ചിലത് ഭയപ്പെട്ടോ നിരാശയായി മാറുന്നു, ചിലത് ഭയപ്പെട്ട് ജീവിതത്തിനുമേൽ അവൻ ലക്ഷ്യം നഷ്ടപ്പെടുന്നു. ആമേൻ 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 ആമേൻ. ഉടൽ എത്ര പേര് ഇന്ന് പകൽ പറയും, പിശാചിന്റെ പാക്കേജ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓടിച്ചു മാറ്റുകയാണ്, അതിനെ തകർക്കുകയാണ്. ഞങ്ങൾക്കത് വേണ്ട, എന്റെ കുടുംബത്തിനത് വേണ്ട, എന്റെ തലമുറക്കത് വേണ്ട, എന്റെ സഭക്കത് വേണ്ട. അവന്റെ സകല പാക്കേജുകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുകയോ. ഹല്ലേലൂയ. ശക്തമായിട്ട് ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂതൻ നിങ്ങളുടെ അകത്തളത്തിൽ വ്യാപരിക്കുക മാത്രമല്ല, ഭയം ചിലരെ ക്ഷീണിപ്പിക്കുന്നു. ഭയം ചിലരെ ക്ഷീണിപ്പിക്കുന്നു. ഭയം ശരീരത്തിന്റെ ആമേൻ എന്താ ഹോർമോണുകളെ ചേഞ്ച് ആക്കുന്നു. ഭയം അവൻ നിന്നെ മുന്നോട്ട് വിടാൻ അനുവദിക്കുന്നില്ല. ഭയം നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ഭയം നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ഭയത്തിന്റെ മീതെ ദൈവജനത്തിന്റെ മേൽ
ഒന്നിനും ഭയപ്പെടരുത്, ഒന്നിനും ഭയപ്പെടരുത്. എല്ലാരും പറ, ഒന്നിനും ഭയപ്പെടരുത്. ഒരു ശക്തിയെയും ഭയപ്പെടരുത്, ഒരു രോഗത്തെയും ഭയപ്പെടരുത്. കാരണം അവന്റെ പാക്കേജ് അല്ല ദൈവം നിനക്ക് തന്നത്. ദൈവം നിനക്ക് തന്നത് ദൈവ സ്നേഹത്തിന്റെ പാക്കേജോ, ദൈവ സമാധാനത്തിന്റെ പാക്കേജോ, ദൈവ കൃപയുടെ പാക്കേജാണ്. ആമേൻ. നമ്മുടെ കയ്യിലുള്ളത് ആമേൻ ദൈവം തന്ന സമാധാനത്തിന്റെ പാക്കേജാണ്, സന്തോഷത്തിന്റെ പാക്കേജാണ്. കരമുയർത്തി നല്ലൊരു ആമേൻ പറ. സ്തോത്രം. ഒരുപാട് കഴിക്കാനുണ്ട്, ഒരുപാട് കഴിക്കാനുണ്ട്, ഒരുപാട് കഴിക്കാനും സന്തോഷിക്കാനും ഉണ്ട്. പക്ഷെ ഭയം നിന്നെ വേട്ടയാടും. സ്തോത്രം പറയാമോ? 4 കാര്യം നമ്മൾ ആവർത്തിച്ച് പഠിക്കാൻ പോവുക. ഭയത്തെ കീഴ്പ്പെടുത്തി സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ നാം എന്ത് ചെയ്യണം? 4 കാര്യം നമ്മൾ പഠിക്കും. ഒന്നെടുത്തേ, ഉൽപ്പത്തിയുടെ പുസ്തകം ആമേൻ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ, എല്ലാരും പറഞ്ഞ അബ്രഹാമേ, ദൈവത്തിന് ആവർത്തിച്ചാവർത്തിച്ച് തന്റെ ജനത്തോട് പറയാനൊന്നേ ഉള്ളൂ, എന്ത് ചെയ്യണ്ട? പറഞ്ഞാട്ടെ, ഭയപ്പെടേണ്ട. ഒന്ന് ദൈവമക്കളെ എന്നോടൊപ്പം ഒന്ന് വരണേ, ഒരു 5 മിനിറ്റ് ഒന്ന് വരണേ. ദൈവം വിളിച്ചിറക്കിയ ദൈവജനത്തെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ദൈവം പറയുന്നത് കൂടെ കൂടെ ഭയപ്പെടണ്ടെന്ന്. പക്ഷെ ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഇതിനകത്തുള്ള ഒരുത്തനെ പോലും ഇനി പിശാചിനോ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. ഇല്ല ഇല്ല, ഇത് വെറും ദൂതല്ല, ആത്മാവ് ഇടപെടുകയാണ്. കർത്താവ് നേരിട്ട് പറയുന്നു, ആമേൻ, നീ ഭയപ്പെടണ്ട അബ്രഹാമേ, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ദൈവത്തിന് മാത്രമേ നിന്നെ നോക്കി ഈ ദൂത് പറയാൻ കഴിയൂ. അബ്രഹാം എന്ന് എന്ത് ചെയ്യണ്ട? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്നോടൊപ്പം ഒന്ന് വരണേ പ്ലീസ്, ഒന്ന് വരണേ. അബ്രഹാം എന്ത് ചെയ്യണ്ട? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് എത്രാം അധ്യായമാ? 15-ാം അധ്യായത്തിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ, അപ്പൊ 13-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ ആരാന്ന് നോക്കിക്കേ. 2-ാമത്തെ വാക്യം, 13-ന്റെ 2-ാമത്തെ വാക്യം. കന്നുകാലി, വെള്ളി. ശ്രദ്ധിക്കണേ, കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ആരായിരുന്നു? അപ്പൊ 13-ാം അധ്യായത്തിൽ അബ്രഹാം ആരാണ്? ഉറക്കെ പറ, എല്ലാരും ഒന്ന് പറഞ്ഞേ. അപ്പോൾ ബഹുസമ്പന്നനാണ് 13-ാം അധ്യായത്തിൽ. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രൂഫ് ചെയ്യാം. കന്നുകാലിയോ പണമോ വീടോ ധനമോ ഭയം മാറ്റത്തില്ല. അത് മാറ്റുമായിരുന്നെങ്കിൽ ഈ 13-ാം അധ്യായത്തിൽ ഈ നന്മ കൊണ്ട് അബ്രഹാമിന്റെ ഭയമെല്ലാം മാറിയേനെ. എന്ന കന്നുകാലിക്ക് മാറ്റാൻ കഴിയാത്തത്, വെള്ളിക്കും പൊന്നിനും മാറ്റാൻ കഴിയാത്ത ആ ഭയം മാറ്റുന്ന ഒരു വലിയവനായ ദൈവം ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ പണത്തിന് കഴിയാത്തത്, നിന്റെ കന്നുകാലിക്ക് കഴിയാത്തത്, നിന്റെ വെള്ളിക്ക് കഴിയാത്തത്, ഇതിനൊന്നിനും കഴിയാത്തത് എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു വലിയ ദൈവം. സഹോദരങ്ങളെ, കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ആരാ? അബ്രഹാം ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ സമ്പന്നന്മാരിൽ 1-ാമത് അബ്രഹാമായിരുന്നു. ഈ പുള്ളിയോട് പരിശുദ്ധാത്മാവ് 15-ൽ പറയുന്നു, എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ എന്തു വരാം? പണമുണ്ടേലും ഭയം വരാം. നിങ്ങൾക്കറിയില്ലല്ലേ, പണ്ടൊരിക്കൽ ദൈവദാസൻ പറഞ്ഞു, ആമേൻ, കേരളത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ, കേരളം മുഴുവൻ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ബിസിനസ്സുകാരൻ മരണത്തിന് വേണ്ടി തനിക്ക് രോഗം പിടിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഐസിയുലോട്ട് മാറ്റി അവിടുന്ന് വെന്റിലേറ്ററിൽ മാറ്റാൻ പോകുമ്പോൾ ഡോക്ടറോട് പുള്ളി പറഞ്ഞൊരു പദമുണ്ട്, എനിക്കുള്ളതും എൻ്റെ പേരിലുള്ളതും എൻ്റെ ബിസിനസ് സംബന്ധമായതും എൻ്റെ മക്കളുടെ പേരിലുള്ളതും എല്ലാം എഴുതി ഡോക്ടർക്ക് ഇന്ന് തന്നേക്കാം, പക്ഷേ എനിക്ക് 2 വർഷം കൂടി ജീവിക്കാൻ
ഒരു അനുവാദം തരണം. ഡോക്ടർ 2 കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സാറിനുള്ള സകലതും എൻ്റെ മുമ്പിൽ വെച്ചാലും 1 സെക്കൻഡ് ആയുസ് തരാൻ മുകളിലുള്ളവനെ പറ്റൂ. ദൂത് മനസ്സിലായോ? ഇവിടെ എന്തുണ്ടെങ്കിലും മനുഷ്യൻ ഭയത്തില. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം ഞാൻ കാണുന്നു. അത് ഭയത്തിൻ്റെതല്ല കേട്ടോ. ആമേൻ. ആ ഭയം മാറ്റി ഒരു സന്തോഷം തരുന്ന, ഒരു ദൈവകൃപ പകരുന്ന ഒരു സന്തോഷത്തിന്റെ ദിനമാണ് ദൈവം പകരുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവജനം കരമുയർത്തു ദൈവത്തെ സ്തുതിച്ചേ. അബ്രഹാമേ, നീ എന്ത് ചെയ്യണ്ടോ? ഇപ്പൊ ഭയം വരാം, ആർക്കും ഭയം വരാം. പക്ഷെ ദൈവം പറയുന്നു, ഭയപ്പെടാതിരിക്കേണ്ടതിനുള്ള ഒന്നാമത്തെ കാര്യം, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. അടുത്ത വാക്യം, ഞാൻ നിന്റെ പരിചയം. ഞാൻ നിന്റെ എന്താണ്? പരിച. അടുത്തത്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. റിവാർഡ് അല്ലേ? ഞാൻ നിന്റെ അതിമഹത്തമായ പ്രതിഫലവുമാകുന്നു. നീ ഭയപ്പെടാതിരിക്കണമെങ്കിലേ നിനക്കൊരറിവുണ്ടാകണം, ഞാൻ നിനക്ക് പ്രതിഫലമായിട്ടുണ്ടെന്ന്. എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നിന്റെ അകത്ത് ഭയം വരാതിരിക്കണമെങ്കിൽ, ഈ ഭയം കയറാതിരിക്കണമെങ്കിൽ ഒരു കാര്യം പറയണം, എനിക്കൊരു ദൈവമുണ്ട്, അവൻ്റെ പ്രതിഫലമാ. എത്ര പേര് പറയും, എനിക്കൊരു ദൈവമുണ്ട്, അവൻ്റെ പ്രതിഫലമാണ്. എനിക്കൊരു കർത്താവുണ്ട്, എനിക്ക് എൻ്റെ പ്രതിഫലമായി ഒരു ദൈവമുണ്ട്. ഈ ചിന്ത നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾ ഭയപ്പെടില്ല. ഉറപ്പ്, നിങ്ങൾ ഭയപ്പെടില്ല. ഉറപ്പായിട്ട് ഞാൻ പറയാ, നിങ്ങൾ ഭയപ്പെടില്ല. എന്താണ്? ഭയത്തെ കീഴ്പ്പെടുത്തി സന്തോഷമുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറയണം, എനിക്ക് പരിചയം, അതിമഹത്വവും പ്രതിഫലം തരുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഈ തിരിച്ചറിവ് നിങ്ങളെ ജീവിപ്പിക്കും. ഈ തിരിച്ചറിവ് നിങ്ങളെ ഭയത്തെ ഓവർകം ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഓടിച്ചൊന്ന് വായിച്ച മോനെ. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. വേഗം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയെയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. കണ്ടോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതും ദൈവത്തിന് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതൊന്നും മറന്നു കളയാൻ അനീതിയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. വിശ്വാസമുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. അവൻ അനീതിയുള്ള ദൈവമല്ല, ഒന്നും അവൻ മറന്നു കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം കൂടി വായിച്ചേ. ജോഷുവ 2:23. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിറങ്ങി അക്കരെ കടന്നു. നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്നു തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. അടുത്തത് വായിച്ചോ. യഹോവ ദേശമൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന്. യഹോവ ദേശമൊക്കെ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? ഉരുകിപ്പോകുന്നു. കണ്ടോ? അവൻ ഇവര് ചെന്നിട്ട് പറയുക, ദേശനിവാസികൾ നമ്മളെ പേടിച്ച് അവർ ഉരുകിയിരിക്കുന്നു. കാരണം പ്രതിഫലമായ ഒരു ദൈവം നമുക്കുണ്ട്, മഹത്വം പകരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Praise the Lord. Amen. ഒന്ന്, നിങ്ങൾ ഈ ഭയത്തെ ജയിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, പരിചയം പ്രതിഫലവുമായ ഒരു ദൈവം എനിക്കുണ്ട്. 2 പേരോട് പറ, എനിക്ക് പരിചയം പ്രതിഫലവുമായ ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. 2, ഭയത്തെ കീഴ്പ്പെടുത്തി സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തോട് പ്രതികരിക്കുന്നവരാകണം. വായിക്കാം ഉൽപ്പത്തി പുസ്തകം തന്നെ. വേഗത്തിലെടുത്തേ. ആമേൻ. ഉൽപ്പത്തി 21-ാം അധ്യായം 17-ാമത്തെ വാക്യം. 21:17. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അപ്പൊ ഭയത്തിനകത്തുനിന്ന് വെളി വരാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതികരിക്കണം. എന്ത് ചെയ്യണം? പ്രതികരിച്ചേ പറ്റൂ.
ആരോട് പ്രതികരിക്കണം? ദൈവത്തോട് പ്രതികരിക്കണം. ആമേൻ, ആമേൻ. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നമ്മൾ വിചാരിക്കുന്നത് യൗവനകാലത്തും വാർദ്ധക്യത്തിലും മാത്രമേ വിളിച്ചാൽ ദൈവം കേൾക്കുമെന്നാണ്. എന്നാൽ ഭാഷ പോലും തിരിച്ചറിയാത്ത ബാലന്റെ കരച്ചിൽ കേട്ട് പ്രതികരിച്ചൊരു ദൈവം നമ്മുടെ ദൈവമാണ്. ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ മക്കളെ. ആമേൻ, ഓമൻ. ഞാൻ പറയാണ്, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന ആമൻ കുഞ്ഞുവാവയുടെ കരച്ചിൽ പോലും കേട്ട് അവന് വേണ്ടി എല്ലാം നിനക്ക് വേണ്ടി ഒരു വാതി തുറക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് ഭയത്തിൽ നിന്നും പുറത്തു വരാൻ ദൈവസഭ ചെയ്യേണ്ടത് ദൈവത്തോട് പ്രതികരിക്കണം. എത്ര പേര് ഇന്ന് പകൽ പ്രതികരിക്കാൻ തയ്യാറുണ്ട്? എത്ര പേർ ദൈവത്തോട് പ്രതികരിക്കാൻ തയ്യാറുണ്ട്? ദൈവകരമൊടിച്ച് ദൈവത്തിന് നന്ദി പറ. നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കണം. ദൈവത്തിന്റെ അരുളപ്പാട് തരുന്ന വചനം പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കണം. ദൈവിക ദൂത് പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കണം. ആമേൻ. ഭയത്തെ മാറ്റാൻ നിങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം? എല്ലാരും പറഞ്ഞേ, ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കണം? ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കണം? ദൈവവചനം നിങ്ങൾ ഉരുവിട്ട ദൈവത്തോട് പ്രതികരിക്കണം. കർത്താവേ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കയറിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അവൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിന് മതിയാകുന്നു. അവൻ, നിങ്ങൾ പറയാമോ, അവന്റെ കൃപ എനിക്ക് മതി, അവന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് അത്ര. എത്ര പേര് ഇന്ന് പകൽക്കാലം ആ ഭയം വിട്ടുമാറാൻ ദൈവത്തോട് പ്രതികരിക്കുന്നവരുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്വതന്ത്രം പറ. ആർക്കാണ് ഭയത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത്? കൈകെട്ടിയിരിക്കുന്നവനല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവനല്ല. ദൈവത്തോട് പ്രതികരിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. പ്രതികരിച്ചേ പറ്റൂ. നിങ്ങളുടെ ഭയം മാറണോ? അടുത്തിരിക്കുന്നവൻ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പ്രതികരിക്കണം. ആമേൻ. കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്നാൽ നിങ്ങളുടെ ഭയം ആയുസ്സിൽ മാറില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റു പറഞ്ഞാൽ ഭയം മാറില്ല. പകരം നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറയണം, യെസ്, എനിക്ക് അതിനകത്തുനിന്ന് വെളിയിൽ വരണം. എൻ്റെ ദൈവം എന്നെ അതിനകത്തുനിന്ന് വെളിയിൽ കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തോട് പ്രതികരിക്കുന്ന കാര്യം പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആമേൻ. ഈ ഓഫീസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എന്താ വിഷയം എന്നറിയാമോ? ഭയം. ചുമ്മാ ഇരിക്കും, ഒറ്റയ്ക്കിരിക്കത്തില്ല, കുളിക്കത്തില്ല. കുളിക്കാൻ കയറി ബാത്റൂമിൽ കയറിയാൽ സോപ്പ് കയ്യിൽ പിടിച്ചാൽ ആ സോപ്പും പിടിച്ചുകൊണ്ട് 5 ദിവസം വേണേലും നിപ്പ് നിൽക്കും. വെള്ളം ഒഴിക്കത്തില്ല, കുളിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇതിനെയും കൊണ്ട് ഒരുപാട് നാൾ മുമ്പ് ഈ ഓഫീസിൽ കൂടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടംപോട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ളതാ. എന്തോ ഒരു പെട്ടെന്നൊരു ഭയമകത്ത് വന്നതാ. ആഹാരം കഴിക്കത്തില്ല, കുളിക്കത്തില്ല, വസ്ത്രം മാറത്തില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇരുന്ന ഇരിപ്പ. കുളിക്കാൻ കയറിയിട്ട് ആമേൻ 4-5 മണിക്കൂറൊക്കെ ഒറ്റ നിപ്പ് നിൽക്കും. ഇവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം കൂടി ഇരുന്നു, മണിക്കൂറുകൾ ആരാധിച്ചു. ആരാധിച്ചിട്ടും കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുക. അവസാനം ഞാനിങ്ങ് മടുത്തു. അന്യഭാഷ പറഞ്ഞ് ശാസിച്ചും തൊണ്ടമുട്ടി. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, എന്നാ ചെയ്യാനാ? അപ്പം പെട്ടെന്ന് എൻ്റെ അകത്ത് തോന്നി, ഇവരെ കൊണ്ട് വാ തുറപ്പിക്കണം. തുറന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരി പേരെന്നാ? ഇത്രേ ഉള്ളൂ, ഒരക്ഷരമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതിനെ വായൊന്ന് തുറക്കണമേ. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ചെവി സഹോദരി, ഞാൻ പറയുന്ന പോലെ അങ്ങ് പറ, യേശുവേ. പെട്ടെന്ന് അവങ്ങ് ചലിച്ചു, സംസാരിക്കാൻ തുടങ്ങി. യേശുവേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഫ്ലോ ആയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുവേ, അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു, അങ്ങന്റെ രക്ഷകൻ. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ദൈവമക്കളെ ശ്രദ്ധിക്കണേ, ശിവറിയാൻ തുടങ്ങി, വിറക്കാൻ തുടങ്ങി. അന്ന് ഒരു കട്ടിലാണ് വീട്ടിരിക്കുന്നത്. ആ കട്ടിൻ്റെ ഇടയിലെ കാടിച്ചങ്ങ് താഴെ വീണു. ശരീരത്തൊന്ന് ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി, ദുർഭൂതങ്ങൾ
ഭൂതം വെളിപ്പെടാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി, വാ തുറന്ന് പ്രതികരിച്ചാൽ ഏത് ദുരാത്മാവും ഇളകും. ഈ പകൽ വാ കെട്ടിയിരിക്കരുത്, വായടച്ചിരിക്കരുത്. കൊച്ചു മുതൽ പ്രായമുള്ളവർ വരെ ആരും വായടച്ചിരിക്കരുത്. മക്കളെ, കാണികളായിട്ടിരിക്കല്ലേ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വാ തുറന്ന് എല്ലാ കണ്ണുകളും അടച്ച്. ഇവിടെ ആര് കാണികളായി വന്നവരില്ല. അല്പസമയം ആധാരം തുറന്ന് ആര് തുറക്കണം? നീ തന്നെ വാ തുറക്കണം. നീ ദൈവത്തോട് പ്രതികരിക്കുമ്പോൾ ആ ഭയം നിന്നെ വിട്ട് മാറും. ആ ഭയം നിന്നെ വിട്ട് മാറും. ആ ഭയം അത് മാറട്ടെ. ആ ഭയങ്ങൾ നിന്നെ വിട്ട് മാറുകയാ. ചില ഭയങ്ങൾ നിന്നെ വിട്ട് മാറുകയാ. ആത്മാവ് പറയുന്നു, ചില ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ട് മാറാൻ പോകുക. ആരും നീ വാ തുറക്കുമ്പോൾ, നീ ആ തരം തുറക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നോ, എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നോ ഭയം വിട്ട് മാറട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം, ജോലിയെ കുറിച്ചുള്ള ഭയം, ഭൗതികത്തെ കുറിച്ചുള്ള ഭയം, ഏതെല്ലാം വിഷയത്തിൽ ഭയമിട്ട് എന്റെ ജനത്തെ നശിപ്പിക്കാൻ നോക്കുന്നുവോ, ആ ഭയമല്ല അവര് വാ തുറക്കുമ്പോൾ, അവര് പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് നിങ്ങൾ വാ തുറന്ന് അന്യഭാഷ പറയുമ്പോൾ, നിങ്ങൾ വാ തുറന്ന് അന്യഭാഷ ആരാധിക്കുമ്പോൾ ആ ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ട് മാറുകയാണ്. ആരും ചുമ്മാ ഇരിക്കല്ലേ. ഇതൊരു ഡെലിവറൻസ് ആണ്, ഇതൊരു വിടുതലാണ്, ഇവരുടെ അത്ഭുതമാണ്. വായ തുറക്ക്. ദൈവത്തോട് പ്രതികരിക്കണം, ദൈവത്തോട് പ്രതികരിക്കണം. എവിടെയാ കെട്ടുപൊട്ടുന്നത്? പ്രതികരിക്കുന്നവന്റെ മേൽ, പ്രതികരിക്കുന്നവന്റെ മേൽ, പ്രതികരിക്കുന്നവന്റെ മേൽ. യേശുവേ, 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 യേശുവേ. ഭയത്തെ കീഴ്പ്പെടുത്തുന്നു, വിശ്വാസത്താൽ ഭയത്തെ കീഴ്പ്പെടുത്തുന്നു, വിശ്വാസത്താൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവമക്കളെ, തിരുമേശ ഉള്ളത് കൊണ്ട്, കർത്താവിന്റെ മേശ ഉള്ളത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ആ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒന്ന്, ഒരു പ്രതിഫലമുണ്ട്. അതിമഹത്തായ പ്രതിഫലം തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. രണ്ട്, പറ, നിങ്ങളുടെ ഭയം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. സൗരങ്ങളെ, ആര് പ്രതികരിക്കണം? സ്വന്തമായി പ്രതികരിക്കണം. ആമേൻ. നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. 6 ലക്ഷം പേരാണ് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത്. എത്ര? 6 ലക്ഷം. 2 അപ്പച്ചന്മാരും ഒരിത്തിരി പീക്കിരി പിള്ളേരും മാത്രമേ കനാനി കാലുകുത്തിയുള്ളൂ. മനസ്സിലായവർക്കായി സ്വത്രം. 2 അപ്പച്ചന്മാരും ഇത്തിരി പോന്ന മുല കൂടി മാറിയ കുറച്ച് കൊച്ചുപിള്ളേര് മാത്രമേ കനാനി പോയുള്ളൂ. ബാക്കി 6 ലക്ഷത്തെ ദൈവം മരുഭൂമി തട്ടിക്കളഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ഇവന്മാർ വാ പൊളിച്ചു പറയുന്നത് അവിശ്വാസമാ. ആമേൻ. പക്ഷെ 2 എണ്ണം ഉണ്ടായിരുന്നു, തീപ്പൊരു സാധനം. അവരെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നു,
കാലേബോ വേറൊരു ആത്മാവ്. ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡിഫറൻറ്റ് സ്പിരിറ്റ് എന്ന വ്യത്യസ്താത്മാവുള്ളവനായിരുന്നു അവൻ. ഈ പകൽ ഇതിനകത്തുണ്ടോ വ്യത്യസ്താത്മാവുള്ള ചിലത്? നീ വെളി വന്നിരിക്കോ. അടുത്തിരിക്കുന്ന ആരുമാകട്ടെ, അടുത്തിരിക്കുന്നവൻ ഏതുമാകട്ടെ, കൂടി ആരാധിക്കുന്നവൻ ഏതുമാകട്ടെ, നിങ്ങളുടെ അടുത്തിരുന്ന് കൈയടിക്കുന്നവൻ ഏതുമാകട്ടെ, ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റോ, ഒരു വ്യത്യസ്താത്മാവുള്ള ഒരു വ്യക്തിയായി ഈ പകൽ വെളി വരട്ടെ. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പിടിച്ചു മേടിക്കണമെങ്കിൽ ഒരു വ്യത്യസ്തനായ പറ്റൂ. സ്തോത്രം. ഒരു വ്യത്യസ്തത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തോട് വ്യത്യസ്തമായുള്ള ഇടപെടൽ, വ്യത്യസ്തമായ ആരാധന, വ്യത്യസ്തമായ വിശുദ്ധീകരണം, വ്യത്യസ്തമായ ഇടപെടലുകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ. അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. ഞാൻ 4 കാര്യം പറഞ്ഞു തീർത്തേക്കാം. 3 ആവർത്തിച്ചുള്ള ഉറപ്പ്. ഉൽപ്പത്തി 26:4 യെശയ്യാ 41:10. അത് മാത്രം ഒന്ന് വായിച്ചേ. യെശയ്യാ 41:10. 1 ദൈവത്തോടുള്ള ഒരു പ്രതിഫലം, 2 പ്രതികരിക്കണം, 3 ആവർത്തിച്ചുള്ള നീ ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സൗരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിൽ അവൻ നമുക്കെതിരെ ഫൈറ്റ് ചെയ്യുമോ ആ വിഷയം കർത്താവ് ഏറ്റവും അധികം പറഞ്ഞു. 365 അധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഒരേ ഒരു പദമുണ്ട്, ഭയപ്പെടണം. നമ്മെ അവൻ തോൽപ്പിക്കാനുള്ളത് ഏത് വിഷയത്തിലാ? കർത്താവ് പറഞ്ഞു, അതിൽ നീ ഭയപ്പെടണ്ട. തൂത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇനി ഒന്നിനെ കുറിച്ചും ഭയപ്പെടണ്ട. ഹല്ലേലൂയ പറ. ആവർത്തിച്ചുള്ള ഉറപ്പ്. വീണ്ടും വീണ്ടും പറയണം, ഇല്ല ഞാൻ കുലുങ്ങത്തില്ല. പറ, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഭയപ്പെടത്തില്ല. 2 കലം ചോറ് തിന്നാലും ചന്ദനത്തിരി പോലെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ചിലത്? ഭയമാ, ഭയമാ, ഭയമാ. പക്ഷെ ഇന്ന് അതിനകത്തൊന്നൊരു മോചനമാണ്. ചുമ്മാ കർത്താവ് ഒരുപാട് കാര്യം ഇടപെടുന്നു, പക്ഷെ എനിക്ക് പോകാൻ സമയമില്ല. വെറുതെ ഭയപ്പെടുക, പറന്നുകൂടെ കാക്കിയ ഭയപ്പെടുക, കറണ്ട് പോകുമ്പോ ഭയപ്പെടുക, ആരെയും വിളിച്ചാ ഭയപ്പെടുക, ചിലർക്ക് ഫോൺ അടിച്ചാൽ മതി പേടിയാ. ഇതെല്ലാം ഇന്ന് സൗഖ്യമാണ്, എല്ലാം സൗഖ്യമാണ്. ഇന്ന് വളരെ കർത്താവ് വളരെ ശക്തമായിട്ട് ഇതെല്ലാം ഇന്ന് സൗഖ്യമാണ്. ആ ഭയമെല്ലാം മാറും, അതെല്ലാം ഇന്ന് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചേ, കഴിഞ്ഞ ദിവസം അല്ലേ ഒരു പോലീസുകാരനോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. എന്നോട് ചോദിച്ചു, ഏത് വിഷയത്തിലാ ഭാഷ പറഞ്ഞേ? അല്ല, ലൈസൻസ്, ഇൻഷുറൻസ്, ഇത് രണ്ടുമില്ലാത്തവരെ ഇത്രയും കൃത്യമായിട്ട് പിടിക്കാൻ കേരള പോലീസിന് മാത്രമേ പറ്റൂ. നമ്മുടെ ലൈസൻസ് ഇന്ന് തീരാന്നിരിക്കട്ടെ, അന്ന് വൈകിട്ട് പിടിച്ചിരിക്കും. ലൈസൻസ് ഇൻഷുറൻസും വണ്ടിയുടെ അകത്തിട്ടുണ്ട് ദിവസങ്ങൾ നടന്നിട്ടും പോലീസ് കൈ കാണിച്ചിട്ടില്ല. തീർന്നതിൻ്റെ അന്ന് വൈകിട്ട് കൈ കാണിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇതാ എന്നെ ഇടപാടാ സാറേ? സാറ് പറഞ്ഞു കേട്ടോ, ഇവൻ വരുന്ന കാണുമ്പോൾ അറിയാം ലൈസൻസ് ഇല്ലെങ്കിൽ ഹാൻഡിൽ ഒരു വിറവലുണ്ടാവും. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവൻ 40 വരികയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ അറിയാതെ കൈ സ്പീഡ് കൂടും. അപ്പോൾ ഞങ്ങൾക്കറിയാം ഏതോ ഒന്ന് ഇവനില്ലെന്ന്. മനസ്സിലായോ? നീ ആരാധന കഴിഞ്ഞു ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ
പിശാച് നോക്കിയിട്ട് പറയും, ഏതോ ഒന്നിവനിലില്ല. ഇന്ന് പകൽ അത് പൊട്ടണം. ഇന്ന് പകൽ അത് പൊട്ടണം, പൊട്ടണം, പൊട്ടണം. നിന്നെ മാത്രം ഫോക്കസ് ചെയ്ത്, നിന്നെ മാത്രം ഫോക്കസ് ചെയ്ത്, നിന്നെ മാത്രം ഫോക്കസ് ചെയ്ത് പിശാച് അവൻ അവസരങ്ങൾ നോക്കുമ്പോൾ ഈ പകൽ ദൈവാത്മ പറയുന്നു, അതിനെ പൊട്ടിക്കുക. മൂന്ന്, ആവർത്തിച്ചുള്ള ഉറപ്പ്. 4, 2 ദിനവൃത്താന്തം 20:17. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഒത്തിരി വാക്യം വായിപ്പിക്കാൻ ഞാൻ എഴുതി കൊടുത്തു റോബിൻസിന്റെ, അതൊന്നും വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. വായിച്ച മോനെ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് എന്തില്ല? ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. 4, ഭയപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രക്ഷ കണ്ടുകൊള്ളും. നിങ്ങളെ ഈ സ്വസ്ഥത ഒന്ന് അനുഭവിച്ചാൽ ആമേൻ. സ്തോത്രം. പറ, അടുത്തിരിക്ക, സ്വസ്ഥതയോടെ അങ്ങ് നിന്നിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ അസ്വസ്ഥ ഒന്നും ആകണ്ട, വെറുതെ ബേജാറാകണ്ട, വെറുതെ ഈ അസ്വസ്ഥമാകണ്ട, സ്വസ്ഥമായിട്ടെങ്കിൽ. ഈ ചിലരുടെ മുഖം കണ്ടാൽ അറിയാം. സ്തോത്രം. 100 ഡിഗ്രി വെള്ളം തിളച്ച് നിൽക്കുന്ന പോലെ നിൽക്കുക, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ പാസേ എന്നാ പറ്റി? ടെൻഷനാ. എന്നാ പറ്റി? കാര്യം പറ. 12,000 രൂപ ഒരു മാസം ലോൺ അടക്കണം. ഞാൻ ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നു. കാരണം 42,000 രൂപ ഞാൻ അടച്ചോണ്ടിരിക്കുക. 42,000 ലോൺ അടക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം 12,000 യേശുവിൻ്റെ നാമത്തിൽ. 42,000 വിശ്വാസത്തെ പ്രാർത്ഥിച്ച് കൂളായിട്ട് അടയ്ക്കുക. അല്ലല്ലോ സ്വത്രം പോയി. ഇതാ പറഞ്ഞേ, വെറുതെ ഈ ഒന്നും മാത്രമല്ല, ശ്വാസമൊന്നും ഇല്ല. ഇല്ല, പോയി പരിപാടി കഴിഞ്ഞു. 12,000 രൂപ. അയ്യോ പാസ്റ്റേ, സ്വത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം റിജീഷിൻ്റെ അടുത്ത് പോയി. റിജീഷ് പറഞ്ഞു, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ? ലോൺ എടുക്കാനോ? അല്ല, ഒരു വിശ്വാസം. സ്വസ്ഥോടെ നിന്നാ മതി. നിങ്ങളുടെ മുഖത്ത് എന്താ പറയുക, പിരിമുറുക്കമൊക്കെ ഒന്ന് മാറട്ടെ. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കിക്കേ, ഒന്ന് ചിരിച്ചോണ്ട് ഒരു അല്ലലിയോ കൂട്ട് സഹോദര, ഒന്ന് പ്രൈസലോട് കൂടെ തമ്മിലൊന്ന് കൊടുത്ത് ഒരു അല്ലലിയോ പറഞ്ഞ് ആ പിരിമുറുക്കമൊക്കെ ഒന്ന് മാറട്ടെ, ആ ടെൻഷനൊക്കെ മാറട്ടെ, ഒന്ന് സ്വസ്ഥത അനുഭവിക്കുക. ആമേൻ. ഈ പടയിൽ പൊരുതാൻ നിങ്ങൾക്ക് എന്തില്ല? ആവശ്യമില്ല. അപ്പൊ ഈ പടയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പൊരുതണ്ട. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, കയ്യും കെട്ടി നിന്നാ മതി. അങ്ങനെ പറ്റുമോ? പറ്റുമോ? ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു യുദ്ധത്തിലും നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. നിങ്ങൾ ഫ്രീ ആകാൻ പോവുക, നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കാൻ പോവുക. യുദ്ധം ദൈവം ചെയ്യട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം ദൈവം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് മിണ്ടാതിരിക്കാം. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. നമുക്ക് സ്വസ്ഥതയോടെ നിൽക്കാം. ദൈവം ചെയ്യട്ടെ. ആമേൻ. കർത്താവിന് മനസ്സിലായി, യവന്മാരോട് മിണ്ടാൻ സമയം കൊടുത്താൽ പ്രശ്നമുണ്ടാക്കും. യെരിഹോ മതിൽ 700 അടി വീതി. ഇത് 85 ഉള്ളൂ. ഇതിന്റെ വീതി 85 ഉള്ളൂ. അപ്പൊ 700 അടി വീതി ഒന്ന് നോക്കിക്കേ. 100 അടി ഉയരം, ഒരു കൊച്ചു മതിലിന്റെ നീളമാ. 700 അടി വീതിയും 100 അടി ഹൈറ്റും. ഇതാ യെരിഹോ മതിൽ. അതിന് മുമ്പിൽ ചെന്നിട്ട് സംസാരിക്കാൻ സമയം കൊടുത്താൽ ഇവൾ ചുറ്റത്തില്ല. അവിടെ കല്ലുരുട്ടി വെച്ചിരുന്നുണ്ട്. മൊത്തം അവിശ്വാസം പറയും. അവിടെ കർത്താവ് പറഞ്ഞു, ഒരെണ്ണം മിണ്ടിയേക്കരുത്, മിണ്ടാതെ ചുറ്റിക്കോളാൻ പറഞ്ഞു. മിണ്ടാതെ ചുറ്റുമ്പോഴും ഉള്ളത്തിൽ ചിന്തയുണ്ട്, ഇതെപ്പോ വീഴുവോ ആവോ. പക്ഷെ മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയാലാ പ്രശ്നം. മിണ്ടാതെ ചുറ്റി. 7-ാം ദിവസം ദൈവം പറഞ്ഞു, ഇനി വാ തുറന്ന് ആർപ്പിട്ടു. മുന്നോട്ട് വീണില്ല, പുറകോട്ട് വീണില്ല, നേരെ കീഴ്പോട്ട് പോയി. ആമേൻ. നീ സ്വസ്ഥത അനുഭവിക്കും, ഭയം മാറും. ആമേൻ. ഹല്ലേലൂയ. ഭയമെല്ലാം മാറും,
നിരാശ നീങ്ങും, വിലാപം